കുട്ടികളെ, ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അക്ഷരമുറ്റം പതിപ്പിനെ അടിസ്ഥാനമാക്കിയുള്ള ചോദ്യങ്ങളാണ്. അക്ഷരമുറ്റം ക്വിസ് മത്സരം നടക്കുന്നത് സ്കൂൾ തലം ആഗസ്റ്റ് 14, ഉപജില്ലാതലം ആഗസ്റ്റ് 28, ജില്ലാതലം ആഗസ്റ്റ് 19, സംസ്ഥാനം ഫൈനൽ നവംബർ 23-നാണ്. എല്ലാ മേഖലകളിൽ നിന്നുള്ള ചോദ്യങ്ങളുണ്ടായിരിക്കും. കറണ്ട് അഫയേഴ്സ് ഭാഗം, സ്പോർട്സ്, ചരിത്രം, സയൻസ്, മാത്സ് എല്ലാ ഭാഗങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങളുണ്ടായിരിക്കും. മക്കളെ, നമ്മുടെ ചാനലിൽ എല്ലാ ദിനാചരണ ക്വിസ് വീഡിയോകളും നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. കറണ്ട് അഫയേഴ്സ് ഭാഗത്തിൻ്റെ ഒരു വീഡിയോ ഇതിന് തൊട്ട് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതും കൂടി പഠിക്കണേ. ഇന്ത്യയുടെ ഭരണഘടനാ ശില്പി എന്നറിയപ്പെടുന്നത് ആര്? ഡോക്ടർ BR അംബേദ്കർ. പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെടുന്നത് ആര്? AK ഗോപാലൻ. 1857 വിപ്ലവത്തിൻ്റെ ബുദ്ധികേന്ദ്രം എന്നറിയപ്പെടുന്നത് ആര്? നാനാ സാഹിബ്. അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചതാര്? വിൻസ്റ്റൺ ചർച്ചിൽ. കേരളത്തിലെ ആദ്യ മുഖ്യമന്ത്രി ആരാണ്? EMS നമ്പൂതിരിപ്പാട്. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല? ഇടുക്കി. നക്ഷത്രസഭ എന്ന പേരിൽ ആസ്ട്രോ ടൂറിസം പദ്ധതി ആരംഭിച്ച സംസ്ഥാനമേത്? ഉത്തരാഖണ്ഡ്. ജിയോയിഡ് അനോമലി എന്നറിയപ്പെടുന്ന ഗുരുത്വാകർഷണ ഗർത്തം കാണപ്പെടുന്ന സമുദ്രമേത്? ഇന്ത്യൻ മഹാസമുദ്രം. ഏതു മലയാള സാഹിത്യകാരിയുടെ അവസാനത്തെ നോവലാണ് ചിത്രലേഖ? P. വത്സല. വയനാടിൻ്റെ എഴുത്തുകാരി. നീലഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം? ഭൂമി. 2024 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നമേത്? കളിവള്ളം തുഴയുന്ന നീലപ്പൊന്മാൻ. പേര് നീലു. 2023 കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചതാർക്ക്? T. പത്മനാഭൻ. സാഹിത്യമേഖലയിലെ സമഗ്ര സംഭാവനക്ക്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ഏത്? വിറ്റാമിൻ K. കേരളത്തിലെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി ആര്? ജോസഫ് മുണ്ടശ്ശേരി. ജനിതകമാറ്റം വരുത്തിയ പന്നിയുടെ വൃക്ക സ്വീകരിച്ച ആദ്യ വ്യക്തി അടുത്തിടെ അന്തരിച്ചു. ആരാണ് ആ വ്യക്തി? റിക് സ്ലേമാൻ. ആഗസ്റ്റ് 15 ജന്മദിനം ആഘോഷിക്കുന്ന സ്വതന്ത്ര സമര സേനാനി? അരവിന്ദ ഘോഷ്. കേരളത്തിൽ ആദ്യമായി അധ്യാപന മേഖലയിൽ അവതരിപ്പിച്ച നിർമ്മിത ബുദ്ധി അധ്യാപിക? ഐറിസ്. പുലയരാജ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെ? അയ്യങ്കാളിയെ. ജനസംഖ്യാ ദിനമെന്ന്? ജൂലൈ 11. 10 വർഷം കൂടുമ്പോഴാണ് ജനസംഖ്യാ കണക്കെടുപ്പ് നടത്തുന്നത്. ലോകത്തിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ രാജ്യം ഇന്ത്യയാണ്. 2ാം സ്ഥാനം ചൈനയും. ജനസംഖ്യാ ദിനത്തോടനുബന്ധിച്ചുള്ളൊരു വീഡിയോ നമ്മുടെ ചാനലിൽ നൽകിയിട്ടുണ്ട്, വിശദമായിട്ട് നൽകിയിട്ടുണ്ട്. അത് പ്രധാനപ്പെട്ട ഭാഗമാണ്. കനീഷ് കുമാരി എന്താണെന്നും ഏത് ഭാഷയിൽ നിന്നാണ് വന്നിട്ടുള്ളതെന്നൊക്കെ നൽകിയിട്ടുണ്ട്. അത് പോയി കാണണേ. ഏതെങ്കിലും ഒരു ദിനത്തെക്കുറിച്ച് ചോദിക്കും. ദിനങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണേ. LP വിഭാഗം ഇംഗ്ലീഷിൽ ഇങ്ങനത്തെ ഒരു ചോദ്യമാണ് വന്നത് കണ്ടിട്ടുള്ളത്. കഴിഞ്ഞ വർഷം സബ് ജില്ലാതലം LP വിഭാഗം ഫലസ്തീനാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഓരോ അക്കങ്ങൾ, ഓരോ അക്ഷരങ്ങൾ കാണിച്ചു കൊടുത്തിട്ട് കൂട്ടി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ക്ലൂ വേണോ? ഫലസ്തീനെ ഇപ്പോൾ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് ക്ലൂ നൽകിയിട്ടുണ്ടായിരുന്നത്. പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നു. ഇന്ന് കേരളത്തിലെ ജനങ്ങൾ ജാതിമത ഭേദമന്യേ ആ നാടിനു വേണ്ടി പ്രാർത്ഥിക്കുകയും സഹായങ്ങൾ നൽകുകയും ചെയ്യുന്നു. മക്കളെ, ഏതാണ് ആ സ്ഥലം? മനസ്സിലായില്ലേ? ഇനി നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്ലൈമറ്റ് ക്ലോക്ക് സ്ഥാപിച്ചത് എവിടെയാണ്? ന്യൂഡൽഹി. 2024 ഭൗമദിനം ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ക്ലൈമറ്റ് ക്ലോക്ക് സ്ഥാപിച്ചത്. കുട്ടികളെ, ഇത് പാർട്ട് 1 ചോദ്യങ്ങളാണ്. തുടർന്നുള്ള വീഡിയോകൾ നൽകുന്നതായിരിക്കും. എല്ലാവരും കാണണേ. മക്കളെ, നമ്മുടെ ചാനലിൽ 5-7 ക്ലാസ്സുകളിലെ സയൻസ്, സോഷ്യൽ, ഹിന്ദി എന്നീ വിഷയങ്ങളൊക്കെ നൽകുന്നുണ്ട്. കൂടാതെ ഫസ്റ്റ് ടൈം എക്സാമിന് ശേഷം LSS USS ക്ലാസ്സുകളൊക്കെ നൽകുന്നതായിരിക്കും. Okay, thanks. Please like and subscribe.